മുന്നണിക്കുള്ളിലുണ്ടായിരുന്ന എസ് അജിത് കുമാർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അജിത്ത്, എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചിദംബരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുണ്ട്? ചിദംബരത്തിന്റെ ബന്ധപ്പെട്ട് ദിജു കൃത്യമായ ഒരു പരാമർശം ഒന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കേസ് വിചാരണ കോടതി CBI പ്രത്യേക കോടതി പരിശോധിക്കുകയാണ്. അത് വിധി വരാനിരിക്കുകയാണ്. CBI പ്രത്യേക കോടതി തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പി ചിദംബരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 122 ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു പരാമർശം, ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്, ഈ കമ്പനികൾ ഓരോ ലൈസൻസിനും 122 ലൈസൻസ് ഉണ്ട്, ഓരോ ലൈസൻസിനും നഷ്ടപരിഹാരം നൽകണം. 5 കോടി രൂപ വെച്ച് ഓരോ ലൈസൻസിനും നൽകണം. 5 കോടിയുടെ 50% പ്രതിരോധ മന്ത്രാലയത്തിന് നൽകണമെന്നും ബാക്കി 50% സുപ്രീം കോടതിയുടെ തന്നെ ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പണം പാവങ്ങൾക്കും പട്ടാളക്കാർക്കും ഉപയോഗപ്പെടട്ടെ എന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. SIT അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്ത് വിധി പ്രസ്താവിക്കുമ്പോൾ ഉണ്ടായിരുന്നു? പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ നിയോഗിക്കുന്നതിന് പ്രധാനമായ ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് CBC തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CBC നിരീക്ഷണത്തിൽ തന്നെ ഇത് നടക്കട്ടെ. മാത്രമല്ല CBIയുടെ അന്വേഷണം തന്നെ നടക്കുന്നത് സുപ്രീം കോടതിയുടെ തന്നെ നിരീക്ഷണം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. CBIയുടെ പരിശോധനകളെല്ലാം കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ നിരീക്ഷണത്തിൽ നടക്കട്ടെ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കണ്ട ഒരു കേസായിരുന്നു, ഒരു വിധിയായിരുന്നു നടത്തിയത്. കോടതിയിലെ ഒരു അവസ്ഥ എന്തായിരുന്നു, അന്തരീക്ഷം എന്തായിരുന്നു ഈ വിധി പറയുന്നത്? തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയായിരുന്നു. കോടതിക്കുള്ളിൽ മാധ്യമപ്രവർത്തകരെയും മറ്റ് അഭിഭാഷകരെയും കൊണ്ട് 9:30 തന്നെ നിറഞ്ഞിരുന്നു എന്നതാണ്. ആർക്കും അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കോടതിക്കുള്ളിൽ. സുബ്രഹ്മണ്യം സ്വാമി, കേസ് നൽകിയ സുബ്രഹ്മണ്യം സ്വാമി, പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ എത്തിയപ്പോൾ അവർക്കും ഉള്ളിലേക്ക് കയറാനും വിധി കേൾക്കുവാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി. സുബ്രഹ്മണ്യം സ്വാമി ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ എനിക്കും അത് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അത്രയധികം തിരക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായും ജഡ്ജിമാർ എത്തുമ്പോൾ ഏറെ ആകാംക്ഷയോടെ, എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയോടെ തന്നെയാണ് വിധി പ്രസ്താവം കേട്ടത്. ആദ്യ കാര്യം പറഞ്ഞത് ലൈസൻസ് റദ്ദാക്കുന്നു എന്നാണ് കോടതി ആദ്യം പറഞ്ഞത്. ലൈസൻസ് റദ്ദാക്കുന്നു ആദ്യം പറഞ്ഞു. പിന്നെയാണ് മറ്റ് 2 കാര്യങ്ങൾ, പി ചിദംബരത്തിന്റെ കാര്യവും മറ്റ് കാര്യങ്ങളും SITയുടെ കാര്യങ്ങളും സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ലൈസൻസ് റദ്ദാക്കുന്നു തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത്. അജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അജിത്ത് കോടതി മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും 2 കാര്യങ്ങൾ, ഇന്ന് 3 വിധികൾ കോടതി പറഞ്ഞു. അതിൽ 2 കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് അല്പം ആശ്വാസമുണ്ടെന്ന് തന്നെ വേണം കണക്കാക്കാൻ. തിരികെ വരാം ദിജു. അജിത്ത്, ഇപ്പോൾ MA ഷാനവാസ് MP വീണ്ടും ഏഷ്യാ ന്യൂസിനോടൊപ്പം ചേരുന്നു. ശ്രീ MA ഷാനവാസ് MP, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ലൈസൻസ് റദ്ദാക്കിയതിൽ കേന്ദ്ര സർക്കാർ അത്തരം ഒരു തീരുമാനം പരിഗണിച്ചിരുന്നു എന്നാണ് താങ്കൾ നേരത്തെ ഏഷ്യാ ന്യൂസിനോട് പറഞ്ഞത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചുകൊണ്ടേയിരുന്ന ഒരു വിഷയം, എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ മടിച്ചു നിന്ന ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടായിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു തീരുമാനം എടുക്കാൻ ഇത്രയും കാലം മടിച്ചതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനുള്ള ഒരു തിരിച്ചടിയല്ലേ സുപ്രീം കോടതിയുടെ ഈ വിധി? ഇല്ല, ലൈസൻസ് റദ്ദാക്കിയത് സത്യം പറഞ്ഞാല് എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും ആശ്വാസകരമാണ്. കാരണം ഇല്ലാതെ ഇപ്പൊ ഗവൺമെന്റ് തന്നെ നേരിട്ട് ലൈസൻസ് റദ്ദാക്കിയിരുന്നു എങ്കില് സ്വാഭാവികമായിട്ട് അവർ കോടതി പോയി. ഇപ്പൊ സുപ്രീം കോടതി ലൈസൻസ് റദ്ദാക്കിയതോടുകൂടി ഇതിന്റെ അകത്ത് ഇനി നിയമക്കുരുക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കും. ഇത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്ത്, ഈ ജനാധിപത്യ രാജ്യത്ത് പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഇതുപോലെ കോടതി വിധികൾ വരും, ഗവൺമെന്റ് സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഇത് ഒരു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കോൺഗ്രസ് പാർട്ടിയും UPAയും ഇത് സ്വാഗതം ചെയ്യും. ഇത് ഇന്ത്യയിൽ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച ലൈസൻസുകളുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നത് ഏതായാലും വളരെ ഭൂഷണമായി എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. ശ്രീ MA ഷാനവാസ്, 2G കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ വരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു ബെഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു വിധി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് കോടതികൾ പലതും ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ മാത്രമേ അത് ഉപയോഗപ്രദമാകുകയുള്ളൂ.
അതിനകത്തൊരു സംശയവും വേണ്ട. അല്ലാതെ കോടതി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ കോടതിയുടെ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് കയറാൻ സാധിക്കില്ല. ഏതാണെങ്കിലും കോടതി, സുപ്രീം കോടതി ആണ്, അപ്പെക്സ് കോർട്ടാണ്. സുപ്രീം കോടതി പറയുന്നത് അന്തിമ വിധിയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു വിധിയില്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇവിടെ ലൈസൻസ് റദ്ദാക്കരുത് എന്നൊരു സ്റ്റാൻഡ് ഗവൺമെന്റ് സുപ്രീം കോടതി എടുത്തിട്ടേ ഇല്ല. അപ്പൊ ലൈസൻസ് റദ്ദാക്കിയത് നന്നായി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ ചിദംബരത്തിനെതിരായിട്ട് CBI എൻക്വയറി ഇടണമെന്നായിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് ഇന്ത്യയിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും പിന്നെ പ്രിന്റഡ് മീഡിയയിലും ടെലിവിഷൻ മീഡിയയിലും വന്നത് ചിദംബരത്തിനെതിരെ അന്വേഷണം നടത്താൻ സുപ്രീം കോടതി പറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ട്രയൽ കോർട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി ട്രയൽ കോർട്ട് എന്ത് തീരുമാനമെടുത്താലും അതിന് 1ഉം 2ഉം അപ്പീലുകളുണ്ട്. ഏതായാലും ഇത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് ആകമാനം ഒരു തിരിച്ചടിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് വളരെ നല്ല ഒരു വിധിന്യായമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ എം എ ഷാനവാസ്, CBIയുടെ അന്വേഷണം പൂർണ്ണമായും സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് CVC നിരീക്ഷണത്തിന് കൂടി സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്? അങ്ങനെയാണല്ലോ. CBI റിപ്പോർട്ട് ചെയ്യേണ്ടത് CVCക്കാണ്. CVC പിന്നെ എടുക്കുന്ന എല്ലാ കേസുകളിലും പിന്നെ CBIയുടെ മേലൊരു മേൽനോട്ടമുണ്ട്. CVCയുടെ ഘടന തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് CVC നോക്കുന്നത് കൊണ്ട് വേറെ ഒരു അന്വേഷണ സുപ്രീം കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞത് മാറി ഇപ്പൊ നിയമപ്രകാരം CVC ആണ് CBIയുടെ മേലെ ഇരുന്നു കൊണ്ട് ഇത് നോക്കാനുള്ള ചുമതലയുള്ളത്. അവർ തന്നെ നോക്കുന്നത് കൊണ്ട് ഇതിനകത്ത് യാതൊരു ദോഷവും വരാനില്ല. ഇത് CBIയുടെ നിലപാടിനെ വിൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോടതി. വളരെ നന്ദി ശ്രീ എം എ ഷാനവാസ്, ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ MP രാജേഷ് MP ചേരുന്നു. നിർണായകമായ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം? എന്നോടാണോ ചോദ്യം? തീർച്ചയായും ശ്രീ MP രാജേഷ്. ഈ സുപ്രീം കോടതിയുടെ അതിസുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഇപ്പോഴത്തെ വിധി ഈ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽക്കാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള അവകാശത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഈ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പരുങ്ങലിലാക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. 122 2G ലൈസൻസുകൾ റദ്ദാക്കുക വഴി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാതിരുന്ന ഒരു നടപടി ഇപ്പോൾ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഈ അഴിമതി പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നതാണ് ഇങ്ങനെ ക്രമവിരുദ്ധമായി കൊടുത്ത നിയമവിരുദ്ധമായി കൊടുത്ത ലൈസൻസുകൾ മുഴുവൻ റദ്ദാക്കണം എന്നുള്ളത്. എന്നാൽ അന്ന് അത് അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഇപ്പോ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ്, ആ റിപ്പോർട്ടിന് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 122 ലൈസൻസുകൾ ക്രമവിരുദ്ധമായി കൊടുത്തത് റദ്ദാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇടതുപക്ഷം തുടർച്ചയായി സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് ലൈസൻസ് റദ്ദാക്കണമെന്നും രാജ്യത്തിനുണ്ടായിട്ടുള്ള നഷ്ടം ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കണം എന്നുള്ളതുമാണ്. ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി ഇടതുപക്ഷത്തിന്റെ നിലപാട് ശരിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഈ CAG റിപ്പോർട്ടിനെ തള്ളിപ്പറയുകയും CAGയെ കടന്നാക്രമിക്കുകയുമാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതുപോലെ കോൺഗ്രസ് നേതാക്കളും ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ രാജയെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി ശ്രമിക്കുകയും രാജയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ലൈസൻസ് റദ്ദാക്കാതിരിക്കുക വഴി ഇതുവഴി കോടിക്കണക്കിന് രൂപയുടെ, ആയിരക്കണക്കിന് കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനെല്ലാമുള്ള തിരിച്ചടി ആണ് സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അല്പം മുമ്പ് വന്നിട്ടുള്ള ഈ വിധി ഈ ഗവൺമെന്റിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ശ്രീ MP രാജേഷ്, കേസ് CBI വിചാരണ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ P ചിദംബരത്തിനെതിരെ എല്ലാ തെളിവുകളും വിചാരണ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ തെളിവുകളും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിട്ടും സുപ്രീം കോടതി പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ CBIക്ക് മുകളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ഹർജിയും സുപ്രീം കോടതി പരിഗണിച്ചില്ല. സുപ്രീം കോടതി ഈ കേസിൽ വേണ്ടത്ര ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. ചിദംബരത്തിന് എതിരായി പരാമർശം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയായിരിക്കില്ല. മറിച്ച് ചിദംബരത്തെ സംബന്ധിച്ച് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമോ വേണ്ടയോ, പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന കാര്യം വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന പരാമർശം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ വിവരങ്ങൾ, ഫോണിൽ കിട്ടിയ വിവരങ്ങൾ മാത്രമാണ്. അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചിദംബരത്തിനെതിരായിട്ടുള്ള അന്വേഷണം സംബന്ധിച്ച്, അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് സംബന്ധിച്ച് വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയല്ല സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. തീർച്ചയായും MP രാജേഷ്, അദ്ദേഹത്തിന് ആശ്വസിക്കാം. മറ്റന്നാൾ ചിദംബരത്തിന്റെ വിധിയും തീരുമാനമാവും. വളരെ നന്ദി ശ്രീ MP രാജേഷ്. ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരനും ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേർന്നു. BJPയുടെ പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ?
ഈ കാര്യത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ട് പ്രതികരണം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുണ്ടാകും. പക്ഷേ ഇപ്പൊ അറിഞ്ഞിടത്തോളം വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കാലം കോൺഗ്രസിന്റെ നേതൃത്വവും കേന്ദ്ര ഗവൺമെന്റും എടുത്തിട്ടുള്ള ഒരു നിലപാട് ഞങ്ങൾ അഴിമതിക്കെതിരാണ് എന്നുള്ളതാണ്. പക്ഷേ അഴിമതി കാണിക്കുന്ന ആളുകളാണ് ആ ഗവൺമെന്റിലുള്ള മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും എന്നുള്ളത് ഇപ്പൊ വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെയും അറിവോടുകൂടിയാണ് ഈ ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഇപ്പൊ വ്യക്തമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതുമായിട്ടുള്ള വിഷയമാണ് ശ്രീ പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ ഇതില് കുറ്റവാളികളാണ്, ഉത്തരവാദികളാണ്. അവരെല്ലാവരും തന്നെ സ്ഥാനമൊഴിയണം. രാജയെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന നീക്കം, ആ നീക്കം വിലപ്പോവില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ള വിധി. ശ്രീ വി മുരളീധരൻ, CBIയുടെ അന്വേഷണ രീതി അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ പക്ഷേ സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടില്ല. CVC നിരീക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്വേഷണം ശരിയായ വഴിക്ക് തന്നെ നടക്കുന്നു എന്ന് സുപ്രീം കോടതിയും സമ്മതിക്കുന്നു. അങ്ങനെ വിലയിരുത്തിക്കൂടെ? അന്വേഷണത്തിനെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഈ കാര്യത്തിൽ CAGയുടെ ചൂണ്ടിക്കാണിച്ച CAGയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കൾ ഇത്രയും കാലം രംഗത്ത് വന്നിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് ശരിയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിധിയാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ശ്രീ വി മുരളീധരൻ, ചിദംബരം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന BJP പ്രതിപക്ഷം CBIയുടെ അന്വേഷണത്തെയും ചോദ്യം ചെയ്തിരുന്നില്ലേ? അത്തരം ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അല്ല, വിധിയുടെ വിശദാംശങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമേ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ യാത്രയിലാണ്, പരിപാടികളിലായിരുന്നു. ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞ് വിചാരണ കോടതി ഇക്കാര്യം തീരുമാനിക്കും. കോൺഗ്രസിന് ഒരുപക്ഷെ ആശ്വസിക്കാൻ 2 ദിവസം കൂടി കിട്ടി. അങ്ങനെ ഒരു വിലയിരുത്തലാണോ BJP ഇപ്പോൾ നടത്തുന്നത്? കോൺഗ്രസിന് അങ്ങനെ ആശ്വസിക്കാനുള്ള അവസരമൊന്നുമില്ല. കാരണം കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അഴിമതിക്ക് അനുകൂലമായിട്ടും അഴിമതി കാണിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടും എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളുടെ മുഖംമൂടി ഓരോ ദിവസം കഴിയുന്തോറും അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ 2 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് വരാൻ സാധ്യതയുണ്ടാവുമായിരിക്കും. വളരെ നന്ദി ശ്രീ വി മുരളീധരൻ. 2G ലൈസൻസുകൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നു. ചിദംബരത്തിനെതിരെ അന്വേഷണം വേണമോ എന്ന കാര്യം CBI പ്രത്യേക വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. CBIക്ക് മുകളിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യത്തിൽ അനുകൂലമായ ഒരു പ്രതികരണമല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഇത് നിരീക്ഷിക്കണം. CBIയുടെ നിരീക്ഷണത്തിലായിരിക്കണം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്ന ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. വളരെ നിർണായകമായ വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരാം.